ഇനി അപ്പൊ ബാ എങ്ങനെ ടൈലർ സീരീസ് ഉണ്ടാകണമെന്ന് അറിയണമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തിനാ ടൈലർ സീരീസ് ഉപയോഗിക്കുന്നതെന്ന്. ഓക്കെ, അതെങ്ങനെ വന്നെന്ന് വ്യക്തമായിട്ടും അതിന്റെ ശരിക്കും യൂസ് എന്താണെന്ന് കറക്റ്റ് പറഞ്ഞു. ഇത് ജസ്റ്റ് തിയറി മാത്രം, ഞാൻ കുറെ നേരമായിട്ട് തിയറിയാ പറഞ്ഞു വരുന്നത്. പക്ഷെ അതുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും, ഉണ്ടെങ്കിലേ മനസ്സിലാവും. വിഷ്വലിലോട്ട് നമ്മൾ വരും. വെയിറ്റ്. ഓക്കെ, ഇതെന്റെ ഹിസ്റ്ററി ഒക്കെയാ, ഞാൻ തന്നെ ഉണ്ടാക്കി HTML അല്ല, പേടിക്കണ്ട. ഹിസ്റ്ററി ഒക്കെ ചുമ്മാ ഒരു ഇതിന് തള്ളി മറിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇതെല്ലാം എന്തുകൊണ്ടാണ്, ആരൊക്കെയാണ് ഈ ഐഡിയ ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള കാര്യമാക്കണ്ട. ഹിസ്റ്ററി എപ്പോഴും തള്ള. താപ്പോട്ട് വന്നാൽ ഈ ടൈലർ സീരീസ് ഉണ്ടാവണമല്ലോ, അത് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അത് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെ, അതാ പറഞ്ഞു തരാൻ പോന്നെ. ഓക്കെ, ഇവിടം തൊട്ട് തുടങ്ങാം. ശ്രദ്ധിച്ചിരിക്കണം. തിയറിയാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. മനസ്സിലാക്കി വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പേപ്പറും പേനയും കൊണ്ട് കൂടിയിരുന്ന നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, നമുക്കറിയാം ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്താ, y = mx + b. വളരെ സിമ്പിൾ ഇക്വേഷൻ. പോയിന്റ് സ്ലോപ്പ് അല്ല, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഇക്വേഷൻ എന്നൊക്കെ വിളിക്കും. y = mx + b. അറിയാത്തതായിട്ട് ആരും ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല, ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല താപ്പോട്ട്. ടൈലർ സീരീസിന്റെ കേസിൽ അതെന്താ കാര്യം എന്നറിയോ? ഒരു കാര്യമുണ്ട്, എന്താന്ന് പറയാം. പകരം നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാൻ പോകുന്നത്, ഇതിനെയാണ് പോയിന്റ് ലോ ഫോം എന്ന് വിളിക്കും. ഓക്കെ, y = c0 + c1 of x - a. നമ്മൾ ഈ ഇക്വേഷൻ എടുക്കത്തില്ല, ഇതേ എടുക്കൂ. എന്നാ ഇത് തന്നെ ഇതും വ്യത്യാസമൊന്നുമില്ല. നോക്കുമ്പോ ചിലപ്പോ തോന്നും m എവിടെ, എന്താ ഈ c1, എന്താ ഈ c0, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വെയിറ്റ് മനസ്സിലാവും, പറഞ്ഞുതരാം. ഇതേ ഇക്വേഷൻ തന്നെ ഇത്, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞല്ലേ ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെന്നല്ല, ഇത് ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ ഉപയോഗിക്കുന്ന ഇതാ എന്നൊക്കെ പറഞ്ഞല്ലോ. നേരത്തെ എന്റെ കൂട്ട് തന്നെ പറയുന്നല്ലേ ഉള്ളു, എന്താന്ന് കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോ. ഓക്കെ, ഇതെന്താ y = mx + b എന്നുള്ള ഫോർമാറ്റ്. ഇവിടെ ഈ m എന്ന് പറഞ്ഞാൽ എന്താ, സ്ലോപ്പ്. നമ്മുടെ ഡെറിവേറ്റീവ് എന്താ, സ്ലോപ്പ്. വ്യത്യാസം എന്താ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അറ്റ് എ പോയിന്റ്, ഇതെന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ബിറ്റ്വീൻ 2 പോയിന്റ്. ഓക്കെ, അതാ വ്യത്യാസം. എന്താ പെട്ട് വരാം, എന്താ ഉപയോഗിക്കാത്തതിന് കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഈ y = mx + b എന്ന് പറഞ്ഞ ഇക്വേഷനിൽ b എന്താണെന്നറിയോ? b എന്ന് പറയുന്നതാണ് y ഇന്റർസെപ്റ്റ്. അതായത് y ഇന്റർസെപ്റ്റ് എന്താണെന്ന് അറിയത്തില്ലേ? y ഇന്റർസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിളാണ്. നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ വരച്ച്, ഓക്കെ, അപ്പൊ അത് y ആക്സിസിൽ കൂടെ കട്ട് ചെയ്തു പോലോ. ആ y കട്ട് ചെയ്ത പോയിന്റ് ആണ് y ഇന്റർസെപ്റ്റ്. കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഇവിടെ നോക്ക്, ഈ കാണുന്നതാണ് ഒരു ഫംഗ്ഷൻ വരച്ചേക്കുക. അപ്പൊ ഇത് വരുന്ന വഴി ഇതാ ഇവിടെ വന്ന് ഒരു കട്ട് കിടത്തി y ആക്സിസിൽ, ഈ പോയിന്റ് ആണ് y ഇന്റർസെപ്റ്റ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പം ഈ b എന്ന് പറയുന്ന വാല്യൂ ആക്ച്വലി എന്താ, ഈ b എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, x-ന് 0 ഇട്ട് കൊടുക്കണം. അതായത് x0 നമുക്ക് കിട്ടുന്ന y-യുടെ വാല്യൂ b. പക്ഷെ നമുക്ക് ശരിക്കും x 0-അല്ല വേണ്ടുന്നത്, നമുക്ക് x ഒരു പോയിന്റിലേ വേണ്ടുന്നത്. അതായത് സപ്പോസ് ദാറ്റ് പോയിന്റ് ബി എ. നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് ഡെറിവേറ്റീവ്, നമ്മളിപ്പോ ഡെറിവേറ്റീവിന്റെ കാര്യം അന്നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡെറിവേറ്റീവ് എന്താ, സ്ലോപ്പ് അറ്റ് എ പോയിന്റ് ആണല്ലോ. നമ്മുടെ പോയിന്റിനെ a എന്ന് എടുത്താൽ മതി, x = a. അപ്പം x = a-യിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടുന്നത്, അല്ലാതെ x = 0-യിൽ എന്ത് സംഭവിക്കുന്നു എന്നല്ല. കാരണം x = 0-യിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ b, പക്ഷെ നമുക്ക് x = 0-യിലെ വാല്യൂ അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് x = a-യിലെ വാല്യൂ. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷനിൽ x-ന് ഒരു a ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ അപ്പൊ എന്ത് കിട്ടും, ma + b എന്ന് കിട്ടും. അപ്പോൾ ഈ b അവിടെ എക്സ്ട്രാ വരിക. ആക്ച്വലി b എന്ന് പറഞ്ഞാൽ എന്താ, x 0 ആവുന്ന സമയത്തുള്ള വാല്യൂ. ഓക്കെ, നമ്മൾ a-യിലെ വാല്യൂ നോക്കുമ്പോഴും അവിടെ x 0 ആവുന്ന വാല്യൂ ടേം സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുക. അതായത് L(a) = m × a + b. ഈ b എന്ന് പറഞ്ഞാൽ എന്താ, x 0-യിലാകുമ്പോൾ കിട്ടുന്ന വാല്യൂ. അതായത് നമ്മൾ a-യിലുള്ളൊരു വാല്യൂ കണ്ടുപിടിക്കുമ്പോഴും m × a + 0-യിലുള്ള വാല്യൂവും കൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോഴും പറഞ്ഞത് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താ, a എന്ന് പറഞ്ഞ പോയിന്റാ. പക്ഷെ അവിടെ ഇപ്പോഴും 0-യിലുള്ള വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് ഈ സാധനം അവോയ്ഡ് ചെയ്തേ പറ്റൂ. നമുക്ക് ആ b വേണ്ട, അതാണ് മെയിൻ കാര്യം.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേറൊരു ഫോമിലോട്ട് എഴുതും. അതിനെന്ത് ചെയ്യുന്നു ഇനി പറയാൻ പോകുന്നത്. അതാണ് പോയിന്റ് ലോ ഫോം, ഈ ഫോം. ഓക്കെ, ഈ ഫോം എടുക്കുക. ഈ ഫോം എങ്ങനെയാ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ ഫോം ഒന്ന് നോക്ക്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താ? C0 പ്ലസ് C1 ഇൻറ്റു എക്സ് മൈനസ് എ. നമ്മൾ പറഞ്ഞ എന്താ? നമുക്ക് എ എന്ന് പറഞ്ഞൊരു പോയിന്റിലേ വേണ്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? എൽ ഓഫ് എ ഇട്ട് കൊടുക്കാം. എൽ ഓഫ് എ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? C0 പ്ലസ് C1 ഇൻറ്റു എ മൈനസ് എ. അതായത് എൽ ഓഫ് എ എന്ന് പറഞ്ഞാൽ C0 കിട്ടി. അതായത് ഈ ഇക്വേഷൻ നോക്ക്, നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിലെ വാല്യൂ ആണ് വേണ്ടുന്നത്. ഇവിടെ നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റിലെ വാല്യൂ നോക്കുമ്പോൾ C0 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടി. അല്ലാതെ ഇതിന്റെ കൂടെ എക്സ് 0-ലാകുമ്പോൾ എന്താണ് വാല്യൂ എന്നുള്ള ടേം ഒന്നും ആഡ് ആവുന്നില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ കിട്ടി. എയിലുള്ള വാല്യൂ എന്താന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കറക്റ്റ് പറഞ്ഞു തന്നു C0. മേളിൽ എന്താ പറഞ്ഞ? എയിലുള്ള വാല്യൂ എന്താന്ന് ചോദിക്കുമ്പോൾ എയിലുള്ള വാല്യൂവിന്റെ ടേമും കൂടെ എക്സ് 0-ലായിരിക്കുമ്പോൾ എന്തെന്നുള്ളതും കൂടെ ചേർത്ത് ആഡ് ചെയ്ത് വരുന്നത്. നമുക്കത് വേണ്ട. ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ അല്ല, ഇതൊരു ഡിപ്പെൻഡന്റ് സംഭവമാണ്. എക്സ് 0-ലായ എന്തും കൂടെ സംഭവിക്കുന്നുള്ള സാധനോട് ചേർത്ത് ഇത് ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ സ്ട്രെയിറ്റ് ഫോർവേഡാ. എയിൽ എന്താ വാല്യൂ? C0 ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, 2 എക്സാമ്പിൾ പറഞ്ഞു വന്നുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. എക്സാമ്പിൾ കത്തിയില്ലേലും നിങ്ങൾക്ക് പേടിക്കേണ്ട, ആ കോൺസെപ്റ്റ് മനസ്സിലായത്. അതായത് y = mx + b എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ എടുത്താൽ അതിന് നമ്മൾ എക്സ് 0 ആവുന്ന പോയിന്റിലെയും ഒരു ഫാക്ടർ അവിടെ കിടക്കുക. നമുക്ക് ശരിക്കും വേണ്ടുന്ന എക്സ് എ എന്ന് പറഞ്ഞ പോയിന്റിലെയാ. പക്ഷേ സെക്കൻഡ് അപ്രോച്ച് നോക്കുമ്പം എക്സ് എയിൽ എന്താന്നുള്ള ഡയറക്റ്റ് വാല്യൂ, അതായത് C0 നമുക്ക് തരുന്നുണ്ട്. ഈ കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. എന്നാൽ ചോദിക്കും, അവിടെ ഇപ്പൊ ഈ ബി കിടന്നാൽ മാത്രമല്ല ഈ എൽ ഓഫ് എക്സ്, അതായത് വൈയുടെ കറക്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഇപ്പോഴും പറയും, നമുക്ക് വൈ എവിടെയുള്ള വാല്യൂ അല്ല, നമുക്ക് എക്സ് ആ പോയിന്റിലെ സ്പെസിഫിക് പോയിന്റിലെ കാര്യം നമുക്ക് അറിയേണ്ടുന്നത്. അപ്പൊ എക്സ് ആ പോയിന്റിൽ നമുക്ക് അറിഞ്ഞാൽ മതി. അല്ലാതെ എക്സ് 0-ലാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിയേണ്ടുന്ന ആവശ്യമില്ല. കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് എന്താ? ഇങ്ങോട്ട് പോവാ, ഡെറിവേറ്റീവ് എന്താ? സ്ലോപ്പ് അറ്റ് എ പോയിന്റ്. നമുക്ക് ആ പോയിന്റിൽ മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ 0-ൽ എന്ത് സംഭവിച്ചു എന്നോ നമുക്ക് അറിയണ്ട. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് അപ്രോച്ച് എടുക്കുന്നത്. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. എക്സാമ്പിൾ കണ്ടിട്ട് കത്തിയില്ലെങ്കിലും കാര്യം വെക്കണ്ട. ക്വൈറ്റ് നാച്ചുറൽ. എനിക്ക് പോലും കത്താൻ പാടാ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഈ ഫോം എങ്ങനെയാ മാറ്റുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് വേണ്ടുന്നത് എന്താ? നമ്മുടെ കയ്യിലിരിക്കുന്ന ഇക്വേഷൻ എന്താ? y = mx + b. എല്ലാവർക്കും അറിയുന്ന കോമൺ ഫോം. നമ്മൾ പറഞ്ഞ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എയിലെ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ അകത്ത് എക്സിനെ എ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് എൽ ഓഫ് എ = m of a + b. ഇനി നമ്മുടെ നേരത്തെ ഇക്വേഷനിലോട്ട് വാ. എൽ ഓഫ് എക്സ് = mx + b. ഓക്കെ, ഇതിന്റെ അകത്തോട്ട് ഒരേ കൂട്ടുകയും ചെയ്യും, ഒരേ കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ സെയിം ആവല്ലോ. ഇത് mx + b-യുടെ കൂടെ ഒരു ബി എം എ എന്ന് പറഞ്ഞ സാധനം ആഡും ചെയ്യും, എം എ എന്ന് പറഞ്ഞ സാധനം സബ്സ്ട്രാക്റ്റും ചെയ്യും. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? mx + b - ma + ma. ഓക്കെ, അപ്പൊ ഈ എം കോമൺ ആയിട്ടുള്ള ഈ രണ്ടെണ്ണം ഇങ്ങോട്ട് ജസ്റ്റ് റീറൈറ്റ് ചെയ്ത് എഴുതുന്നു. റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്തായി? എം കോമൺ ആയിട്ട് എടുത്തിട്ട് x - a + ma + b. ഈ സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ma + b അതല്ലേ ഇത്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ma + b എല്ലേന്ന്. ഓക്കെ, അതായത് എൽ ഓഫ് എക്സ് = m വെളിയെടുത്തിട്ട് x - a + എൽ ഓഫ് എ. ഓക്കെ, നമ്മൾ എത്തി. അതേ ഇക്വേഷൻ തന്നെ. നമ്മൾ പഠിച്ച ഇക്വേഷൻ. നമുക്ക് വേണ്ടുന്ന എന്താ? ഇത് തന്നെ ഇരിക്കുന്നത്. ഈ എം എന്ന് പറഞ്ഞാൽ C1, എൽ ഓഫ് എ എന്ന് പറഞ്ഞാൽ C0. അത്രേ ഉള്ളു. ഇങ്ങനെ എത്തുന്നത് സിമ്പിൾ. മറ്റേ പോയിന്റ് ഇന്റർസെപ്റ്റ് ഫോമിൽ നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോമിലോട്ട് എളുപ്പം എത്താം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമുക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞത് എങ്ങനെ ടൈലർ സീരീസ് ഉണ്ടാവുന്നതെന്ന്. ഓക്കെ, ഇത് ഇനിയാണ് അങ്ങോട്ട് കളി മാറാൻ പോകുന്നത്. അതായത് ഇനി നമുക്ക് വിഷ്വലിലോട്ട് കയറാം. ഈ സാധനം ഒന്നും ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ നോക്കിയേ വേണ്ട. ഓക്കെ, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇനിയാണ് നമ്മൾ ശരിക്കും കാര്യത്തിലോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത്.